പാലക്കാട് ചാലിശ്ശേരിയിൽ 69 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. പരുത്തൂർ മുക്കിയിലിപ്പീടിക സ്വദേശി ഷറഫുദ്ദീൻ, ചാലിശ്ശേരി സ്വദേശി നിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ശ്രീകുമാരൻ പാലക്കാട് ചെയ്യുന്നു. ശ്രീജിത്ത്, വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA തന്നെയല്ലേ? എന്താണ് വിവരങ്ങൾ? എങ്ങനെയാണ് പിടിയിലായത്? വിൽപ്പനയും ഉപയോഗവും അത് ഉപയോഗിക്കാനുള്ള എല്ലാ സാധന സാമഗ്രികളും ഉണ്ട്. ചാലിശ്ശേരി പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത്. നാട്ടുകാരിൽ നിന്നടക്കം ഇത്തരത്തിൽ അവിടെ ഉപയോഗിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ആളുകൾ വന്ന് വാങ്ങുന്നുണ്ടെന്നും അങ്ങനെ രഹസ്യ വിവരം ഉണ്ടായിരുന്നു. പരിശോധനയിൽ പക്ഷേ ഞെട്ടിക്കുന്ന തെളിവുകളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. MDMA 69.5 ഗ്രാം MDMA കണ്ടെടുത്തു. ഇത് കൂടാതെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് 3000-ഓളം വരുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. കൂടാതെയാണ് 10,000-ഓളം രൂപ ഈ രണ്ടുപേരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഒരു വലിയ റാക്കറ്റ് തന്നെയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്കടക്കം ഇവർ ഈ ലഹരി മരുന്ന് എത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇവർക്ക് ഈ വീട് വാടകയ്ക്കെടുത്ത് നൽകിയ ഒരാളെ കൂടി പോലീസിന് അറസ്റ്റ് ചെയ്യാനുണ്ട്. അയാൾ കൂടി കേസിൽ പ്രതിയാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. 2 യുവാക്കൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെന്തായാലും പാലക്കാട് കോടതിയിൽ ഹാജരാക്കി ഉടൻ തന്നെ റിമാൻഡ് ചെയ്യും. എന്തായാലും 2-ൽ ഒതുങ്ങില്ല പ്രതികൾ. പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കൂട്ടാളികളെ കുറിച്ച് സൂചനയും ലഭിച്ചിട്ടുണ്ട്. ശ്രീകുമാരനാണ് പാലക്കാട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.